LDC, KTM, KKD 2024 ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവന 1. സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പ്രസ്താവന 1, ഓപ്ഷൻ ബി പ്രസ്താവന 2, ഓപ്ഷൻ സി 2 പ്രസ്താവനകൾ ശരി, ഓപ്ഷൻ ഡി 2 പ്രസ്താവനകളും തെറ്റ്. പ്രസ്താവന 2 ശരിയായ ആൻസർ. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ സമ്മർദ്ദ രേഖകൾ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദ മേഖലയായിരിക്കും. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അവിടെ ന്യൂനമർദ്ദ മേഖലയായിരിക്കും. സമ്മർദ്ദരേഖയുടെ സഹായത്തോടെയാണ് മർദ്ദത്തിൻ്റെ തിരശ്ചീന തല വിതരണ ക്രമം മനസ്സിലാകുന്നത്. ഒരു ന്യൂനമർദ്ദ വ്യൂഹത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ന്യൂനമർദ്ദവും അതിനെ ചുറ്റി ഒന്നിലധികം സമ്മർദ്ദരേഖകൾ ഉണ്ടായിരിക്കും. ഒരു ഉച്ചമർദ്ദ മേഖലയുടെ മധ്യഭാഗത്ത് ഉച്ചമർദ്ദവും അതിനെ ചുറ്റി ഒന്നിലധികം സമ്മർദ്ദരേഖയും ഉണ്ടായിരിക്കും. സമ്മർദ്ദരേഖ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മർദ്ദച്ചരിവ് കുറവ്. സമ്മർദ്ദരേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ മർദ്ദച്ചരിവ് കൂടുതൽ. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നതിന് കാരണമാകുന്ന ബലം കോറിയോലിസ് ബലം. ഈ ബലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. കാറ്റിൻ്റെ വേഗം കൂടുന്തോറും വ്യതിചലനത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലത്തിൽ വർധനവുണ്ടാകുന്നു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം അനുഭവപ്പെടുന്നില്ല. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിൽ. 8ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി, ഓപ്ഷൻ ബി മാറ്റകൃഷി, ഓപ്ഷൻ സി പ്രാചീന ഉപജീവന കൃഷി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി. തീവ്ര ഉപജീവന കൃഷി ഏഷ്യയിൽ മൺസൂൺ മേഖലകളായ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ വലിയ തോതിൽ തീവ്ര ഉപജീവന കൃഷി കാണപ്പെടുന്നു. സാധാരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. കൂടുതൽ അധ്വാനം ആവശ്യമാണ്. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം തീവ്ര